ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ഹിഡൻ അജണ്ടയുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നാൾ വഴികൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1925-26 കാലഘട്ടത്തിൽ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എന്ന് പറയുന്നത് പാരമ്പര്യ ഇസ്ലാമിൻ്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അത്ഭുതകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ സമസ്ത പറഞ്ഞ തൗഹീദിൽ നിന്ന് ഒരളവ് സമസ്ത വ്യതിചലിച്ചിട്ടില്ല. അന്ന് എന്തൊരു തൗഹീദാണോ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ്, ആ തൗഹീദിൽ തന്നെ സമസ്ത നിലകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ ചരിത്രം അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിന് പ്രാപ്തമാക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. സമസ്ത ചരിത്രത്തിൻ്റെ നാൾവഴികൾ എന്ന ഈ ഗ്രന്ഥം 2016 ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഇസയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് PA സാദിഖ് ഫൈസി താനൂർ. PA സാദിഖ് ഫൈസി താനൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും. ഏതായാലും സമസ്തയുടെ ഒരു ചരിത്രം നമ്മൾ നൂറ്റാണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പം സമസ്തയുടെ ഒരു സമ്പൂർണ്ണ ചരിത്രം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പുസ്തകമാണ് ആധികാരികമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു പുസ്തകം എഴുതിയതിന് ഞാൻ ഒരിക്കൽ കൂടി ഏതായാലും എന്തായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നൊരു താല്പര്യത്തിൻ്റെ പിറകിൽ എന്തായിരുന്നു? അങ്ങനെ ഒരു പുസ്തകം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ചരിത്രം സമ്പൂർണ്ണമായ രീതിയിൽ എഴുതപ്പെടുന്നത് സമസ്ത 90-ാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് ആഘോഷിക്കപ്പെടുന്ന സമയത്താണ്. ആ സമയത്ത് സമസ്തയുടെ ഒരു സമ്പൂർണ്ണ ചരിത്രം രേഖപ്പെടുത്തണമെന്ന് നമ്മുടെ നേതാക്കളായ അക്കാലത്തെ സുന്നി യുവജന സംഘത്തിൻ്റെയും സമസ്തയുടെ നേതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അങ്ങനൊരു ശ്രമത്തിന് മുതിർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെ അന്ന് കിട്ടാവുന്ന റഫറൻസുകളും സോഴ്സുകളൊക്കെ വെച്ച് ഒരു ചരിത്രകൃതി തയ്യാറാക്കി നമ്മുടെ സമസ്തയുടെ സമുന്നതരായ 4 പണ്ഡിതന്മാർ, സമസ്തയുടെ ഇന്നും മുഷാവറയിലുള്ള വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ വാക്കോട് ഉസ്താദ്, അതേപോലെ നമ്മുടെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്, അതേപോലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഇങ്ങനെ തുടങ്ങിയ 4 പണ്ഡിതന്മാർ പരിശോധിച്ചു. അവരെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു പുസ്തകം പുറത്തിറങ്ങിയത്. ഇതൊരു സമസ്ത പോലെയുള്ളൊരു സംവിധാനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പം അതിൽ ഒരുപാട് അധ്വാനവും ഒരുപാട് സൂക്ഷ്മതയും ഒരുപാട് ആധികാരികമായിട്ടുള്ള ഒന്ന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അതിൻ്റെ ഒരു രേഖകളും പശ്ചാത്തലവും, മറ്റൊന്ന് ഇതിൻ്റെ ഒരു കണ്ടെത്തലും അന്വേഷണവും ഇത് സമർപ്പണവും ഒക്കെ അത് മറ്റൊരു തലം കൂടിയാണ്. അപ്പോൾ അതിന് എത്രത്തോളം എഫേർട്ട്, ഒരു പുസ്തകം ഇറക്കുമ്പോഴുള്ള എഫേർട്ടിൻ്റെ അപ്പുറത്തേക്കൊരു എഫേർട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടാവുമല്ലോ. 10 വർഷം കൂടി എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 വർഷം മുമ്പുള്ളൊരു പ്രായത്തിൻ്റെ ഒരു ചടുലതയും കൂടി ആ സമയത്ത് നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ അധ്വാനിക്കാൻ തയ്യാറാകും, കൂടുതൽ പരിശ്രമിക്കാൻ തയ്യാറാകും. പിന്നെ സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരവും നമ്മുടെ ഒരു ആവേശവുമാണല്ലോ. സ്വാഭാവികമായിട്ടും സമസ്തയുടെ ചരിത്രം പരതി അന്വേഷിച്ച് കണ്ടെത്തി സമൂഹത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു സുഹൃതമായും സമൂഹത്തിന് ഉപകാരപ്പെടുന്നതും പടച്ചെങ്കിൽ പ്രതിഫലം ലഭിക്കുന്നതുമായൊരു പുണ്യകർമ്മമാണ് എന്ന ഒരു വിചാരത്തിൽ അതിനുവേണ്ടി ശ്രമിച്ചു. 1000 ചില്ലാനം പേജുള്ള ഒരു പുസ്തകമായി അത് പിന്നീട് പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പം 100-ാം വാർഷികം ആഘോഷിക്കാൻ നമ്മൾ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നത്. സമസ്ത എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിൻ്റെ ആ ഒരു കപ്പൽ, അതിൻ്റെ യാത്രയിൽ എത്രമാത്രം നിങ്ങൾ ഇപ്പോൾ ഈ ചരിത്രം അന്വേഷിച്ച അത് രേഖപ്പെടുത്തിയ ഒരാളെന്ന നിലയിൽ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്രമാത്രം സമസ്ത മുന്നോട്ട് പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം എത്തിയിട്ടുണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1925-26 കാലഘട്ടത്തിൽ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എന്ന് പറയുന്നത് പാരമ്പര്യ ഇസ്ലാമിൻ്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന് അതിൻ്റെ ഹിറയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ തനിമ, അതിൻ്റെ പരിശുദ്ധി, അത് യാതൊരു കോട്ടവും വാട്ടവും ഇല്ലാതെ സംരക്ഷിക്കുക എന്നുള്ള. അപ്പോൾ അതത് കാലഘട്ടത്തിൽ വരുന്ന ബിദ്അത്തിൻ്റെ കക്ഷികൾ, നവീകരണ ശക്തികൾ, തിരുത്തൽ ശക്തികൾ, ആ തിരുത്തൽ ശക്തികളെ പ്രതിരോധിച്ച് തടയിട്ട് നിർത്തുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് എക്കാലത്തുമുള്ള പാരമ്പര്യ പണ്ഡിതന്മാർ
നിർവഹിച്ചു പോന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ വരുന്ന സന്ദർഭം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ മലബാർ കലാപവും അതുപോലെയുള്ള 921-ൻ്റെയൊക്കെ കലുഷിതമായ കലാപപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തികച്ച ഒരു അനാർക്കി നിലനിൽക്കുന്ന ഒരു തരം അരാജകത്വം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിലേക്ക് സമസ്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്ത് സമൂഹത്തിൻ്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹം, നാഥനില്ലാത്തൊരു സമൂഹം, അതുപോലെ അതിനിടയിലേക്ക് ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ വിധേയികളുടെ അരങ്ങേറ്റം. അപ്പോൾ സമസ്ത ബഹുമുഖ ദൗത്യമാണ് സമൂഹത്തിൽ നിർവഹിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആദർശത്തിൻ്റെ ഇസ്ലാമിൻ്റെ തനിമയുടെ സംരക്ഷണം എന്നുള്ളതാണ്. ഈ ഇസ്ലാമിൻ്റെ തനിമയുടെ സംരക്ഷണത്തിൽ സമസ്ത ഇടപെട്ടതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 100 വർഷത്തിനിടയിൽ ഈ കേരളത്തിനകത്ത് ഒരുപാട് മതനവീകരണ പ്രസ്ഥാനങ്ങൾ വന്നു. പക്ഷേ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവർ വളരെ ഇൻ്റലക്ച്വൽ പവറുള്ളവരായിരുന്നു. അവർക്ക് സാമ്പത്തികമായ സോഴ്സുകളുണ്ടായിരുന്നു, ഫണ്ടിങ് ഉണ്ടായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണകളുണ്ടായിരുന്നു. എല്ലാ നിലക്കുമുള്ള അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ സമൂഹത്തെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നവയായിരുന്നു, ആകർഷിക്കുന്നതായിരുന്നു. എന്നിട്ടും കേരളത്തിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കെണിയിൽ വീണില്ല എന്ന് പറയുന്നത്, അവരുടെ വാദങ്ങളുടെ ആകർഷണീയതയിൽ വീണില്ല എന്ന് പറയുന്നത് അത് സമസ്ത നിർവഹിച്ചിട്ടുള്ള ഒരു പ്രതിരോധം കൊണ്ട് മാത്രമാണ്. ഈ പാരമ്പര്യ ഇസ്ലാമിന് യാതൊരു തനിമ. എന്നാൽ ഇവിടെ സമസ്തക്കെതിരെ, പാരമ്പര്യ മുസ്ലിങ്ങൾക്കെതിരെ കാര്യമായി വന്ന സലഫിസം അല്ലെങ്കിൽ വഹാബിസം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ 1-ാം നാൾ മുതൽ ഉയർത്തിയിട്ടുള്ള ഒരൊറ്റ വാദമാണ് തൗഹീദ്. അഥവാ പാരമ്പര്യ മുസ്ലിങ്ങളൊക്കെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു, അവരൊക്കെ പാഗനിസത്തിൻ്റെ ആളുകളാണ്, അവരൊക്കെ ബഹുദൈവ ആരാധനയുടെ ആളുകളാണ് എന്നൊക്കെ മക്ബറയിലേക്കും മറ്റുമൊക്കെ പോകുന്ന വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവർ പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞില്ല, ഞങ്ങളിതാ യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അത്ഭുതകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ സമസ്ത പറഞ്ഞ തൗഹീദിൽ നിന്ന് ഒരളവ് സമസ്ത വ്യതിചലിച്ചിട്ടില്ല. അന്ന് എന്തൊരു തൗഹീദാണോ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ്, ആ തൗഹീദിൽ തന്നെ സമസ്ത നിലകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമസ്തയുടെ തൗഹീദ് ശരിയല്ല, യഥാർത്ഥ തൗഹീദ് ഇങ്ങനെയാകുന്നു എന്ന് പറയാൻ വേണ്ടി വന്ന പ്രസ്ഥാനങ്ങൾ 8-10 വിഭാഗങ്ങളായി ഭിന്നിച്ചു. ആ ഭിന്നിപ്പിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അവർ 1-ാം തീയതി ഉയർത്തിയിട്ടുള്ള അതേ തൗഹീദാണ്. അവർ പറഞ്ഞ അതേ തൗഹീദ്, അഥവാ ആരാണോ തൗഹീദ് പഠിപ്പിക്കാൻ വന്നവർ അവർ പിന്നീട് ചേരി തിരിഞ്ഞു പറയുകയാണ്, നിങ്ങൾക്ക് തൗഹീദ്, നമ്മുടെ കൂട്ടത്തിലെ ഒരു വിഭാഗത്തിന് തൗഹീദ് തിരിഞ്ഞില്ല, നമ്മുടെ സംഘടനയിലെ ഒരു വിഭാഗത്തിന് തൗഹീദ് തിരിഞ്ഞില്ല, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. അവർ സുന്നികളെ കുറിച്ച് ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് പരസ്പരം മുശ്രിക് ആരോപണം നടത്തി, അവർ തന്നെ പരസ്പരം തെക്ഫീറിൻ്റെ ചാപ്പകുത്തുന്ന, പരസ്പരം കുഫർ ആരോപിക്കുന്ന, ഷിർക്ക് ആരോപിക്കുന്ന ഇടത്തിലേക്ക് എത്തി. ഇപ്പോൾ സുന്നികൾക്കിടയിൽ സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസം, ഈ വിശ്വാസങ്ങളിൽ, ആദർശങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. കാരണം ഇതിൻ്റെ അടിത്തറ ഭദ്രമാണ്, ആദർശപരമായ അടിത്തറ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ സുന്നികൾ സംഘടനാപരമായി എന്ത് വിയോജിപ്പുകൾ ഉണ്ടായാലും അവർക്ക് ഈ ഫൗണ്ടേഷനിൽ നിന്ന്, ഈ ഒരു അടിത്തറയിൽ നിന്ന് വാങ്ങുകയില്ല. കാരണം ഒരു നിശ്ചിത സ്ട്രക്ചറുണ്ട്, അതേസമയത്ത് അപ്പുറത്ത് നിശ്ചിതമായൊരു സ്ട്രക്ചറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായും ഒരാൾ കണ്ടെത്തുന്ന തൗഹീദായിരിക്കില്ല മറ്റൊരാൾ കണ്ടെത്തുന്നത്, അയാൾ കണ്ടെത്തുന്ന ആശയമായിരിക്കില്ല വേറൊരാൾ കണ്ടെത്തുന്നത്. ഈ ഒരു ഭിന്നത വന്നു, ഈ ഒരു ശൈഥില്യം വന്നു, ഇതൊരു അനൈക്യം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ തൗഹീദ്, അതേപോലെ സുന്നത്ത് ബിദ്അത്ത്, ഈ ആശയങ്ങളിൽ 1 നൂറ്റാണ്ട് മുമ്പ് സമസ്ത എന്താണോ പറഞ്ഞത് അതേ ആശയത്തിൽ സമസ്ത ഇന്നും ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും, സമസ്തക്ക് പറയാൻ കഴിയും. എന്നാൽ സമസ്തയുടെ മറുഭാഗത്തുള്ള ഒരു പ്രസ്ഥാനത്തിനും, സലഫി പ്രസ്ഥാനത്തിനും പറയാൻ കഴിയില്ല. ഒരു കാലത്ത് ജിന്നുബാധയെ ഷിർക്കാണെന്ന് പറഞ്ഞവർ ഇന്ന് ജിന്നുബാധയെ തൗഹീദാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജിന്നുകളും സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താകുന്നു അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു ഭാഗത്ത് ജനാധിപത്യം, അതേപോലെ ഈ ഇന്നത്തെ എക്സിക്യൂട്ടീവുമായിട്ട്, ജുഡീഷ്യറിയുമായിട്ടൊക്കെ, ഇവിടുത്തെ ആധുനിക ഡെമോക്രസിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സംവിധാനങ്ങൾ ഷിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആകുന്ന, അതുമായി നിരന്തരം എൻഗേജ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറി. പക്ഷേ സമസ്ത, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ അടിത്തറ ഭദ്രമാണ്, ഇതിൻ്റെ ചട്ടക്കൂടുകൾ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴെങ്കിലും പല രാഷ്ട്രീയപരമായ കാരണങ്ങളാകാം, മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളാകാം, അതുകൊണ്ട് അതിനുണ്ടാകാം. പക്ഷേ
ഒരു കാരണവശാലും സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയത്തിൽ ഈ 100 വർഷത്തിനിടയിൽ സുന്നി സമൂഹം എന്ന് പറയുന്നവർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് സമസ്തയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിൽ ഈ ഒരു മറയ്ക്കുള്ളിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ആ സമസ്ത തീർത്ത ആ ഒരു മതിൽ പൊളിക്കാൻ പലതരത്തിലുള്ള രംഗപ്രവേശനങ്ങളും വേഷം കെട്ടലുകളുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളൊക്കെ പല ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർക്ക് കുറച്ചുകൂടി കൂടുതൽ ആക്സസ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ പല രീതിയിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പല വഴികളിലും. അപ്പോൾ അത്തരം ശ്രമങ്ങളെ എത്രമാത്രം ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്, അതിനെതിരെ നമ്മൾ ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ സ്വാഭാവികമായ ഒരു സവിശേഷത എന്ന് പറയുന്നത്, കേരളത്തിൽ ബിദഅി കക്ഷികൾ വന്നിട്ടുള്ളത്, കേരളത്തിൽ ബിദഅത്തിൻ്റെ വിഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മതനവീകരണ കക്ഷികൾ എന്ന് വിളിക്കുന്ന വിഭാഗങ്ങൾ വന്നിട്ടുള്ളത് ഒരു ലിബറലിസത്തെ, മോഡേണിസത്തെ അണച്ചു ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവർ എന്താകുന്നത് ഈ കേരള സമൂഹത്തിലേക്ക് വന്നുള്ളത്. അപ്പോൾ നമ്മൾ സലഫിസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വഹാബിസം എന്നൊക്കെ പറയുമ്പോൾ ആഗോളതലത്തിൽ അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു റാഡിക്കലായിട്ടുള്ള, അക്ഷരപൂജകരായിട്ടുള്ള, യാതൊരു കോംപ്രമൈസിങ്ങിനും തയ്യാറാകാത്ത, തനി യാഥാസ്ഥിതിക പിന്തിരിപ്പൻ, ആ അക്ഷരങ്ങൾ അവ്വിധം വായിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കേരളത്തിലേക്ക് ഈ സംവിധാനങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെയല്ല. മോഡേണിസത്തെ കൂട്ടുപിടിച്ചിട്ട്, ലിബറലിസത്തെ കൂട്ടുപിടിച്ചിട്ട്, പാതി മതവും പാതി ലിബറലിസവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനവുമായിട്ടാണ് കേരളത്തിൽ വന്നത്. കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, കേരളം ഒരു കമ്മ്യൂണിസത്തിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ സാന്നിധ്യം കൊണ്ട് ഒരു ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. മോഡേണിസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന എന്താകുന്നത് ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ആ സമൂഹത്തിലേക്ക് ഇത്തരം വാദങ്ങളുമായിട്ട് വരുമ്പോൾ കൂടുതൽ അതിന് അംഗീകാരം കിട്ടും. എന്നിട്ടും ഈ കണ്ട ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട്, നിങ്ങൾ നാട്ടിൻപുറങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ അറിയാം ഒരു മഹല്ലിൽ കേരളത്തിലെ ബിദ്അത്തിൻ്റെ വളർച്ച ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ബിദ്അത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം, അഭ്യസ്തവിദ്യരായ ആളുകൾ ബിദ്അത്തിലേക്ക്, ഇത്തരം സംഘടനയിലേക്ക് മാത്രം ആകർഷിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥകൾ മാറി. ഈ അവസ്ഥകൾ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അത്ത് അതിൻ്റെ വളർച്ചയിൽ ഇപ്പോഴും അവർക്ക് പുറം സമൂഹത്തിൽ നിന്ന് പലപ്പോഴും കയ്യടി കിട്ടാറുണ്ട്. എങ്കിലും ഈ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക്, മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ അവരെ മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനോ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അടുത്തൊരു ചർച്ച നടക്കുകയുണ്ട്. ആ ചർച്ചയിൽ വളരെ പ്രധാനമായിട്ടും ഒരു ലിബറൽ സ്വഭാവത്തിലുള്ള ഒരാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീകൾക്ക് മക്കയിലും മദീനയിലുമൊക്കെ അല്ലെങ്കിൽ മക്കത്ത് പ്രവേശനമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം അനുവദിച്ചു ഇല്ല എന്നൊക്കെയുള്ളൊരു ചോദ്യം അത്തരം വേദികൾ പോലും പലപ്പോഴും അത് വളരെ പ്ലാൻഡ് ആണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വേറൊരു ഭാഗത്തുണ്ട്, വേറൊരു വശം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പക്ഷെ അതിൽ കൊത്തുന്നത് ഈ പറയപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ തൂങ്ങി അതൊരു ചർച്ചയാക്കുന്നത് ഈ പറയപ്പെടുന്ന ഇത്തരം സംഘടനകളാണ്. ഈ വഹാബി സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി ആശയമുള്ള ആളുകളൊക്കെയാണ് ഇതുണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ദുഃഖകരമായൊരു വസ്തുത എന്ന് പറയുന്നത്, ഇത്തരം സംഘടനകൾ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ ലിബറലിസത്തിനെതിരെ ഏറ്റവും പോരാടുന്നു എന്ന്, പ്രത്യേകിച്ച് നവനാസ്തികതയ്ക്കെതിരെ കൂടുതൽ ശബ്ദിക്കുന്നത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന, ലിബറൽ വൽക്കരിക്കപ്പെടുന്ന സൊസൈറ്റിയുടെ അവസ്ഥയ്ക്കെതിരെ കൂടുതൽ പോരാടുന്നത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് ഇവിടുത്തെ സലഫികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് പോലും ഇത്തരം ഒളിച്ചു കടത്തലുകളുടെ പിന്നിലുള്ള അജണ്ടകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം നമുക്കുണ്ട്. കാരണം ഇന്ന് പെണ്ണിൻ്റെ പള്ളിപ്രവേശത്തെ കുറിച്ച് അവർ വാചാലമാകുമ്പോൾ ഇവർക്ക് കൈയടിക്കാൻ പറ്റും. ഞങ്ങൾ പറയുന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തെ പ്രാപ്തരാക്കുന്നു, പെണ്ണ് പള്ളിയിൽ പോകണം എന്നുള്ളയിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചർച്ച വരും, പള്ളിയിൽ പോകുന്ന പെണ്ണിനോട് വിവേചനം കാണിക്കുന്നു. പെണ്ണിന് പള്ളിയിൽ എന്തിന് വിവേചനം? ക്ഷേത്രത്തിൽ, അത് കേരളത്തിലുണ്ടായിട്ടുള്ള ആദ്യം കേരളത്തിൽ ക്ഷേത്ര വിളംബരം നടന്നു. ക്ഷേത്രത്തിൽ മറ്റുള്ളവരെ, മറ്റൊരു വിഭാഗത്തെ ഞാനൊരു ഉദാഹരിക്കാൻ പറയാം, ഞാൻ അവരുടെ അഭ്യന്തരപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല.
ക്ഷേത്രത്തിൽ പ്രവേശനം. ക്ഷേത്രത്തിൽ പ്രവേശനം അധസ്ഥിതർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? ക്ഷേത്രത്തിൽ അടുത്തത് അധസ്ഥിതൻ പൂജാരിയാകണം. അടുത്ത നവോത്ഥാനം അതാണ്. അതെ, അടുത്ത നവോത്ഥാന ആവശ്യങ്ങൾ വീണ്ടും വന്നു, ആവശ്യം വീണ്ടും വരും. ഇത് ഇവിടെ നിൽക്കൂല. സ്വാഭാവികമായിട്ട് പെണ്ണ് പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ പോകുന്ന പെണ്ണിനോട് എന്തിനു വിവേചനം? അവർക്ക് എന്തിനാണ് സെപ്പറേറ്റ് റൂം? അവർക്ക് എന്തുകൊണ്ട് വാങ്കുവിളി അനുവദിക്കുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് ഖുത്ബ അനുവദിക്കുന്നില്ല? അവരെ എന്തുകൊണ്ട് ഇമാമത്താക്കുന്നില്ല? ആ ഇമാമം അവരെ എന്തുകൊണ്ട് കാലിയാക്കുന്നില്ല എന്ന അടുത്ത ചോദ്യം വരും. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ത് പറയണമെന്നുള്ള ഒരു കൃത്യമായ മറുപടി ആ സമയത്ത് ഇവർക്ക് പറയാൻ കഴിയില്ല. അവരവിടെ ശ്വാസം മുട്ടി നിൽക്കേണ്ടി വരും. സുന്നികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. സ്ത്രീ പള്ളി പ്രവേശന വിഷയത്തിൽ നമുക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അഥവാ നമ്മൾ ഒരിക്കലും പെണ്ണ് പള്ളിയിൽ പോകരുത് എന്നുള്ള വാശിക്കാരോ അങ്ങനെ പാടില്ല എന്ന് ഖണ്ഡിതമായി പറയുന്നവരോ അല്ല സുന്നികൾ. ഇപ്പോൾ മക്ക, മദീന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളാണ്. അവിടെ സ്ത്രീകൾ എന്താകുന്നു? തവാഫിൻ്റെ ഭാഗമായി, സിയാറത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ വരുന്നു, ഇടപെടുന്നു. അവിടെയൊന്നും എന്താകുന്നില്ല. ഈ ഒരു വാദമാണ് ഈ ലിബറൽ ചിന്താഗതിക്കാർ ഉയർത്തുന്നത്. അവിടെ ഉള്ള ഒന്ന് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ തടയുന്നു എന്നാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ തടയുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് പെണ്ണെന്തിനു പള്ളിയിൽ പോകുന്നു? നമ്മുടെ ചോദ്യം, പെണ്ണെന്തിനു പള്ളിയിൽ പോകുന്നു? എന്തിനാണ് ഒരാൾ പള്ളിയിൽ പോകുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ആരാധനയ്ക്ക് വേണ്ടി. എന്തിനാണ് ആരാധിക്കുന്നത്? അടുത്ത ചോദ്യം വരും, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? പടച്ചോൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പോൾ ആ പടച്ചോൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരാധിക്കുന്നത്. പടച്ചോൻ പറയുകയാണ്, നിങ്ങൾ പള്ളിയിൽ പോയാൽ ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന കൂലി, ആ കൂലി നിങ്ങൾ വീട്ടിലിരുന്നാൽ കിട്ടുമെന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളോട് പറയുകയാണ്, നിങ്ങൾ 2 ടീമായി തിരിച്ചു. ഈ ടീമിനോട് പറയുകയാണ്, നിങ്ങൾ നിർബന്ധമായും ഓഫീസിൽ വന്നു തന്നെ ജോലി ചെയ്യണം. വേറൊരു വിഭാഗത്തോട് പറയുന്നു, നിങ്ങൾ ഓഫീസിൽ വന്നാലും വർക്ക് അറ്റ് ഹോം ആണെങ്കിലും നിങ്ങൾക്ക് ശമ്പളം ഒരുപോലെ. ഒരു വിഭാഗത്തിന് പറയും, നിങ്ങൾ ഓഫീസിൽ നിർബന്ധമായും വരണം. നിങ്ങൾ നിർബന്ധമായും വന്നാൽ അല്ലെ നിങ്ങൾക്ക് സാലറി കൃത്യമായി തരുള്ളൂ. മറുവിഭാഗത്തിനോട് പറയും, നിങ്ങൾ ഓഫീസിൽ വരണമെന്നില്ല, വർക്ക് അറ്റ് ഹോം ആണെങ്കിലും നിങ്ങൾക്ക് കൂലി. ഏതാണ് ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കുക? വർക്ക് അറ്റ് ഹോം ആണ്. കാരണം ആൾക്ക് ഡ്രസ്സ് മാറ്റണ്ട, ഒരുങ്ങണ്ട, അതിനുവേണ്ടി യാത്ര ചെയ്യേണ്ട. പെണ്ണിനോട് പറഞ്ഞിട്ടുള്ള അതാണ്. നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓഫറാണ്. പക്ഷെ അവിടെ ഒരു കുനിഷ്ഠ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അവരുടെ ഇപ്പം ഞാൻ തിരഞ്ഞെടുത്ത് എനിക്ക് ഓഫീസിൽ ഇടയ്ക്ക് വരണം എന്ന് തോന്നുകയാണ്. എപ്പോഴും ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ വരണം എന്ന് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ മാത്രം പോയിരുന്ന പള്ളിയിൽ ഒരു ദിവസം കുറച്ച് പെണ്ണുങ്ങൾ വരിക, അല്ലെ സ്ത്രീകൾ വരണമെന്ന് തോന്നി സംഘടിച്ച് അവർ വരികയാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യം, ഒരു കുനിഷ്ഠ ചോദ്യം അവിടെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന വിഷയമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം പ്രശ്നമാണ്. അവരുടെ സുരക്ഷിതത്വം എന്താണ്? പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് സുരക്ഷിതമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുപള്ളികൾ എടുത്തു നോക്കൂ. പെണ്ണിന് അവിടെ ഇപ്പോൾ മിക്ക പള്ളികളും ദർസുള്ള പള്ളികളായിരിക്കും. അപ്പോൾ ദർസുള്ള പള്ളികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആണുങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളായിരിക്കും, പുരുഷന്മാരായ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന സലഫികൾ പോലും ആണുങ്ങൾ ഉള്ള ഇടങ്ങളിലേക്ക് എന്താകുന്നില്ലല്ലോ, പെണ്ണിന് മറവെച്ചിട്ടാണ് അവർ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ടൗണിലെ പള്ളികൾ, ദർസുള്ള പള്ളികൾ, അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് ആണുങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ ചെയ്യുന്നത് എന്താ? അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് അപ്പുറത്ത് യാത്രക്കാരോ മറ്റോ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേറെ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. ആ സംവിധാനം ഒരുക്കൽ കേരളത്തിൽ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പെണ്ണ് പള്ളിയിൽ നിർബന്ധമായും പോകണമെന്ന് പറയുമ്പോൾ മതം അവരോട് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പെണ്ണ് സ്വാഭാവികമായും നിർബന്ധപൂർവ്വം എനിക്ക് പള്ളിയിൽ പോയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന പെണ്ണിനോട് നമ്മൾ പറയും, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ വരുന്നത്? അവരുടെ ഒരു പർപ്പസ് ഉണ്ടാവണമല്ലോ, നിങ്ങൾ ഒരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ, എനിക്ക് വിഭാഗത്ത് ചെയ്യാൻ. നിങ്ങൾ എന്തിനാണ് വിഭാഗത്ത് ചെയ്യുന്നത്? കൂലി കിട്ടാൻ. കൂലി കിട്ടാൻ. എന്നാൽ ഈ കൂലി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറായി വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നവരാണ് മതവിശ്വാസികൾ. പ്രവാചക സവിധത്തിലേക്ക് ഉമ്മുഹമ്മദിൻ സായിദി എന്ന് പറയുന്ന സ്വഹാബി വനിത വരുന്നുണ്ട്. വന്നിട്ട് അവർ പറയുന്നുണ്ട്, പരിശുദ്ധ പ്രവാചക, സ്വഹാബികൾ അങ്ങയോടൊപ്പം മദീന പള്ളിയിൽ നിസ്കരിക്കുന്നു. മദീന പള്ളി എന്ന് പറഞ്ഞാൽ ഒരു റക്കായത്തിന് 1000 റക്കായത്ത് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് സ്വഹാബികൾ നിസ്കരിക്കും, അതും റസൂലുള്ളാഹിന്റെ ബാക്കിൽ
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. മുത്തുനബിയുടെ ബാക്കിലാണ് അവർ, പിന്നിലാണ് അവർ നിസ്കരിക്കുന്നത്, മദീന പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. ഈ പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ട നബിയെ, അതുകൊണ്ട് ഞാൻ മദീനത്തെ സ്ത്രീകളുടെ പ്രതിനിധിയായി അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ള, എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം വന്നിട്ടുള്ളതല്ല, അതുകൊണ്ട് ഞങ്ങളും വരട്ടെയോ പ്രവാചക എന്ന് ചോദിക്കുന്ന മുഹമ്മദിനി സായിദി എന്ന സ്വഹാബി വനിതയോട് പരിശുദ്ധ പ്രവാചകൻ പറയുന്ന മറുപടി, നിങ്ങൾ വീട്ടിലിരിക്കലാണ് നല്ലത്. മുഹമ്മദ്, അതിനപ്പുറത്തേക്ക് വേറൊരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി, ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി മടക്കി അയച്ചവരെ തിരിച്ചു വിളിക്കാൻ നമുക്കാരാണ് അധികാരം നൽകിയത്? നമ്മൾ മതത്തിൻ്റെ ആംഗിളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചവരെ തിരിച്ചു വിളിക്കാൻ ആരാണ് നമുക്ക് അധികാരം തന്നത്? ഇപ്പോൾ ചില വാദങ്ങൾ, ചില കോണുകളിൽ നിന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ചില കാര്യങ്ങളാണെന്നാണ്. അത് പല വിഷയങ്ങളിലും ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്, കിതാബിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനെന്താ മറുപടി? അത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരുണ്ടാക്കിയത് എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായും ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് ഒക്കെ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഖുർആൻ എന്തായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണെന്ന് ശത്രുക്കൾ വാദിച്ചിട്ടുണ്ട്. സ്വഹാബികൾ എഴുതിയുണ്ടാക്കിയതാണെന്ന്, സെയ്ദ് ഇബ്നു സാബിത്ത് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വാദിക്കാറുണ്ട്. ഇസ്ലാമിലെ ഹദീസുകൾ മുഴുവനും എന്താകുന്നത് ചില ആളുകൾ കൃത്രിമമായി ഉണ്ടാക്കിയ, ഫേക്കായി ഉണ്ടാക്കിയ വാദങ്ങളാണ് എന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ ഒറ്റപ്പെട്ട ചില ആളുകൾ വാദിക്കുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്തിലെ പല നിയമങ്ങളെക്കുറിച്ചും മതനവീകരണവാദികൾ ഇതൊക്കെ കടത്തിക്കൂട്ടിയതാണെന്ന് വാദിക്കുന്നുണ്ട്. അങ്ങനെ വാദിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ മറുപടി പറയുമ്പോൾ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയും ഇത് എക്കാലത്തും ഇസ്ലാമിലെ ഓരോ ആചാരങ്ങളെക്കുറിച്ചും ഇത് മതത്തിൽ കടത്തിക്കൂട്ടിയ. 5 നേരത്തെ നിസ്കാരം മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിനും തർക്കമില്ലാത്തതാണല്ലോ. എന്നാൽ നിസ്കാരം 3 വക്തേ ഉള്ളൂ, 2 വക്ത് ഇവിടുത്തെ പൗരോഹിത്യം കടത്തിക്കൂട്ടിയതാണ് എന്ന വാദം കേരളത്തിലുണ്ടായിട്ടില്ലേ? അതിന് ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ? ശ്രീമാൻ ചേങ്ങന്നൂർ മൗലവി അവരാശയല്ലേ ഉന്നയിച്ചത്? മതത്തിൽ കടത്തിക്കൂട്ടിയതാണ് ചില സംസ്കാരങ്ങൾ. നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ്, പ്രവാചകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഖുർആൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നോമ്പ് വെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ളൊരു നോറ്റാൽ മതി, ഖുർആൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അറേബ്യൻ കൾച്ചറിൻ്റെ ഭാഗമായി കടന്നുകൂടിയതാണ് എന്ന് വാദങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും സമൂഹം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ലിബറലിസം ആ പരിസരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ചർച്ചകളും ഏറ്റവും അവസാനം അത് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകും. പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആകുന്നതും വിവാദമാകുന്നതുമൊക്കെ ഇസ്ലാമും മുസ്ലിങ്ങളും മുസ്ലിം പരിസരവും പശ്ചാത്തലവുമൊക്കെ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ചർച്ചകളുടെ ഒരു അവസാനം എത്തിപ്പെടുകയും വിവാദം ഉണ്ടാവുകയും. ഇതൊരു പ്ലാൻഡ് ആയിട്ട് പോകുന്നൊരു സംഭവമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 2 കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഒന്ന്, ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് പലപ്പോഴും ഈ മോഡേണിറ്റിയെ, എക്കാലത്തും മോഡേണിറ്റിയെ, ലിബറലിസത്തെ അതിശക്തമായി പ്രതിരോധിച്ച് നിർത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇസ്ലാമിനോളം മോഡേണിറ്റിയെ പ്രതിരോധിച്ചിട്ടുള്ള, ലിബറൽ സംവിധാനത്തെ പ്രതിരോധിച്ച് നിർത്തിയിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു മതവിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതാകും. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും അറബി ഭാഷയിൽ എന്ത് ചെയ്യുന്നു? ഖുത്ബ നിർവഹിക്കുന്നു. എന്നാൽ ഇതേ ശൈലിയായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥന നിർവഹിച്ചിരുന്നത്. അവർ സുറിയാനി ഭാഷയിലാണ് നിർവഹിച്ചിരുന്നത്. പക്ഷേ ലിബറലിസത്തിൻ്റെ കടന്നുകയറ്റം അവരെ കൊണ്ട് തിരുത്തിക്കാൻ നിർബന്ധിതരായി ക്രമേണ ഓരോ സഭകളും പ്രമേയം പാസ്സാക്കി 1960കളുടെ തുടക്കത്തിൽ പോപ്പ് പോലും അവസാനം സമ്മതിച്ചു, നിങ്ങളെ പ്രാദേശിക ഭാഷയിൽ ആക്കിക്കോളൂ. മതം തിരുത്തപ്പെട്ടു. ഓരോ കാര്യങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും മതപരമായ ഓരോ കാര്യങ്ങളെയും ആധുനികതയുമായി എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് തിരുത്തേണ്ടി വരുന്നു. എല്ലാ മതവിഭാഗങ്ങൾക്കും തിരുത്തേണ്ടി വരുന്നു. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനോട് പരമാവധി എന്തു ചെയ്യും? പ്രതിരോധിച്ച് നിർത്തും. പരമാവധി പ്രതിരോധിച്ച് നിർത്തുമ്പോൾ സ്വാഭാവികമായും ഇതിന് കടന്നു വരാൻ കഴിയില്ല. വല്ലപ്പോഴും ഇതിൻ്റെ ലൂപ്പ് ഹോൾസിലൂടെ എന്തെങ്കിലും കടന്നു വന്നാൽ തന്നെ അത് വളരെ ഫിൽട്ടർ ചെയ്യപ്പെട്ടു. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ മോഡേണിറ്റിയെക്കുറിച്ച് നിങ്ങൾ മാറിയില്ല, പലരും പറയാറുണ്ട്, നിങ്ങൾ മാറിയില്ലേ? നിങ്ങൾ പണ്ട് ക്യാമറ പാടില്ലെന്ന് പറഞ്ഞവർ, വീഡിയോ പാടില്ലെന്ന് പറയുന്നവർ, TV പാടില്ലെന്ന് പറയുന്നവർ, നിങ്ങൾ എന്തായില്ലേ? മാറിയില്ലേ? അതേപോലെ നിങ്ങൾ ഇനിയും മാറും.
ഇപ്പോൾ സ്ത്രീകൾ രംഗത്തിറങ്ങരുത് അല്ലെങ്കിൽ സ്ത്രീകൾ ഇതാകരുത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരും, നിങ്ങൾക്ക് മാറേണ്ടി വരും. നമ്മൾ പറയുന്നത് നമ്മൾ സമ്മതിക്കുന്നു, ഞങ്ങൾ ഒരു പക്ഷേ ഈ പ്രതിരോധ നിരയിൽ ഞങ്ങൾ വീണുപോയേക്കാം. അത് ഞങ്ങളുടെ മൈനസ് അല്ല, ഞങ്ങളുടെ പ്ലസ്സാണ്. അഥവാ സുന്നികളെ സംബന്ധിച്ചിടത്തോളം, പാരമ്പര്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവസാനത്തെ ബസ്സിൽ കയറി പോകുന്ന ആളുകളാണ്. ഈ എഡ്ജിലേക്ക് ഞാനിത് പറഞ്ഞു പ്രതി, ഈ എഡ്ജിലേക്ക് സാഹസികമായി എല്ലാവരും ആദ്യ ബസ്സിൽ പോകുമ്പോൾ സുന്നികൾ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് പോകുന്നവരൊക്കെ പോയിട്ട് ആ വഴിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ ഫിൽട്ടർ ചെയ്തിട്ട് സുന്നികൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും. സ്വാഭാവികമായും മോഡേണിറ്റിയുടെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ മാക്സിമം പ്രതിരോധിക്കാൻ ശ്രമിച്ച് അവസാനം അതിൻ്റെ ലൂപ്പ് ഹോൾസിലൂടെ ചിലപ്പോഴൊക്കെ ചിലതൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമാകേണ്ടി വരും. അപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ കടന്നുകയറ്റം സാധാരണ നമ്മളിതിന് ഉദാഹരണം പറയാറുള്ളത്, നമ്മളൊക്കെ താമസിക്കുന്ന ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിലാണ്, ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ഏത് ഭാഗത്തു നിന്നാലും തണുപ്പേൽക്കും. സുന്നികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം കമ്പിളി എന്താകുകയാണ്, പുതപ്പിട്ട് മൂടിയിട്ട് ഈ തണുപ്പിൽ നിന്ന് അകറ്റാനാണ് സുന്നികൾ ശ്രമിക്കുന്നത്. മറ്റൊരു ഏതായാലും തണുപ്പല്ലേ, നമ്മൾ തണുപ്പ് കൊള്ളാം എന്നുള്ള നിലപാടാണ് അവർക്ക്. ഈ സോഷ്യൽ മീഡിയയും AI-യും ടെക്നോളജിയും റീൽസും ട്രെൻഡും ഒക്കെയാണ് ഇപ്പോൾ യൂത്തിനെ ഇങ്ങനെ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിമർശകർ ഒക്കെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പൗരോഹിത്യം നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ നേരെ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണ്. ഇതാ നിങ്ങളുടെയൊക്കെ വാക്കുകൾ വകവെക്കാതെ കുട്ടികൾ ഇതാ ഡാൻസ് ചെയ്യുന്നു, കുട്ടികൾ റീൽസ് ഇറക്കുന്നു, കുട്ടികൾ ആ രീതിയിലേക്ക് പോകുന്നു. ഇത്തരം കുട്ടികളോട് നമ്മൾ എന്താ പറയാനുള്ളത്? അല്ല, അത് സ്വാഭാവികമല്ലേ. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ മനോഹരമായ ഭാഗങ്ങളെ മാത്രം ഇതാകുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ പറഞ്ഞൂടെ, പണ്ഡിതന്മാരെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ ഇതാ സമൂഹം അരാജകത്വത്തിലേക്ക് പോകുന്നു. പണ്ഡിതന്മാരെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ ഇതാ ആളുകൾ മദ്യപാനത്തിന് പോകുന്നു. പണ്ഡിതന്മാരെ നിങ്ങളുടെ വാക്കുകൾ പുല്ലുവില പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകൾ ഇതാ മയക്കുമരുന്നിൻ്റെയും MDMA ഒക്കെ പിന്നാലെ പോകുന്നു. ഇതൊരു മറ്റൊരു ഫാക്റ്റ് അല്ലേ. അപ്പോൾ ഈ സമൂഹത്തിലെ കാലത്തും പണ്ഡിത നേതൃത്വത്തെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനൊന്നും വില കൽപ്പിക്കാത്തൊരു സമൂഹം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമുക്കിപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട്, ഏത് ജനറേഷൻ മാറി വന്നു കഴിഞ്ഞാലും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാര വളരെ മതം എന്ന് പറയുന്നത് ഈ പണ്ഡിത നേതൃത്വത്തെ അനുധാവനം ചെയ്യലാണ്. ഈ അനുധാവനം അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് തലമുറകൾ മാറി വരുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയും ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് ഈ സംവിധാനത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസം. അവസാനമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. മാത്രമല്ല പലതരത്തിൽ അവർക്ക് കൂടുതൽ ആക്സസ് കൊടുക്കുന്ന തരത്തിലുള്ള ചില മൂവ്മെൻറ്റുകൾ സുന്നികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതിനെ നമ്മൾ എങ്ങനെ കാണേണ്ടിയിരിക്കുന്നു? അത് പല വഴികളാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ഹിഡൻ അജണ്ടയുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നാൾ വഴികൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമി കൃത്യമായ അജണ്ടകളുള്ള കൃത്യമായ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. പക്ഷേ സ്വാഭാവികമായും അവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത്തരം ചില സമീപനങ്ങൾ എന്താകേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും. എങ്കിൽ കൂടിയും സുന്നികൾ എന്നല്ല പൊതുസമൂഹം അതിൻ്റെ അപകടം തിരിച്ചറിയും എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു വിഭാഗമായിരുന്നു ആഗോളതലത്തിൽ അത് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അബുൽ ആല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ്. ആ സ്ഥാപകനായ അബുൽ ആല മൗദൂദിയെ ഒരു കാലത്ത് സൗദി അറേബ്യ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. കിങ് ഫൈസൽ അവാർഡ്, സൗദിയുടെ ഏറ്റവും പരമോന്നതമായ മതരംഗത്ത് സേവനം ചെയ്യുന്ന വലിയ ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് കിങ് ഫൈസൽ അവാർഡ്. അത് 1979 മറ്റോ മൗദൂദി സാഹിബിനെ കൊടുക്കുന്നത്. അതുപോലെ മദീന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൗദൂദി സാഹിബിനെ മുന്നിൽ നിർത്തുന്നത്. അദ്ദേഹം വലിയൊരു സംഭവം സൗദി കണ്ടിരുന്നു. പക്ഷേ അതേ സൗദി അറേബ്യ പിന്നീട് മൗദൂദി അപകടമാണെന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്നും സൗദി അറേബ്യയുടെ രാജ്യത്ത് പാടില്ല എന്നും രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ രാജ്യത്തെ ലൈബ്രറികളിൽ അത് വെക്കരുത് എന്ന് നിയമം കൊണ്ടുവന്നു.
ഈജിപ്ത് ഈ പറയുന്നത് പോലെ ഇവരുടെ മൗദൂദിയിൽ നിന്ന്, അതുപോലെ മൗദൂദിയൻ അതേ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന ഇസ്ലാമിസ്റ്റ് സംവിധാനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ബ്രദർഹുഡ്, ഇഖ്വാനുൽ മുസ്ലിം രംഗത്ത് വന്നൊരു സന്ദർഭമായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്തായത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇഖ്വാനിസത്തിൻ്റെ ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കളായ ഹസനുൽ ബന്ന, അതേമാതിരി സയ്യിദ് ഖുത്ബ്, ഇവരോട് കുറിച്ചുള്ള ഇന്നത്തെ ഈജിപ്തിൻ്റെ നിലപാടെന്താണ്? ഈജിപ്ഷ്യൻ ഭരണകൂടം, ഈജിപ്ത് പോട്ടെ, ബംഗ്ലാദേശ്, താലിബാൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള താലിബാൻ, ഏറ്റവും എക്സ്ട്രീമിസ്റ്റുകളെന്ന് ആധുനിക സമൂഹത്തിൽ വിലയിരുത്താം. പുതിയ താലിബാൻ നിരോധിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ മൗദൂദിയും ഈ പറയുന്ന സയ്യിദ് ഖുത്ബും കടന്നു വന്നു എന്നുള്ള, അഥവാ ആരവരെ പിന്തുണച്ചാലും ഒരു ഘട്ടത്തിൽ അവർ അപകടകാരികളാണെന്ന് തിരിച്ചറിയപ്പെടും. അപ്പോൾ നമ്മൾ സംസ്ഥയുടെ 100ാം വാർഷികത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ളൊരു സമസ്ത സമ്മേളനവും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും അതിൻ്റെ ഒരു നമ്മളൊക്കെ ഒരു പീക്ക് ഓഫ് ലെവലിൽ നിൽക്കുകയാണ്. സാദിഖ് ഫൈസിയുടെ മനസ്സിലെന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത അനുഗ്രഹീതമായ സമയമാണ്. 1926 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിടുമ്പോൾ ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല. ഇനി നമ്മളന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ ഒരു സന്തോഷവും ആ ഒരു മുഹൂർത്തവും ആസ്വദിക്കാനോ അനുഭവിക്കാനോ ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അന്ന് സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാ സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും നടുത്തളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്താണ് സമസ്ത അതിൻ്റെ സെന്ററി, അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നത്. ഈ ശതാബ്ദി വേളയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്, അതിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നത്, അതിൽ ഒരു കണ്ണിയായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീഖാണ്. ഈ തൗഫീഖ് ഇനി കിട്ടണമെങ്കിൽ ഒരു 100 വർഷം കഴിയണം. ഇനി സമസ്ത ഒരു 200ാം വാർഷികം ആഘോഷിക്കുമ്പോഴേ ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ദശാസന്ധിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദിയുടെ വേളയിൽ നമ്മൾ ഈ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഈ തൗഫീഖ് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. നമുക്ക് അള്ളാഹു ആ തൗഫീഖ് നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു ഭാഗ്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് സമസ്തയുടെ സംവിധാനങ്ങളോട് ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ല, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ കൂടാം. പോയ ബസ്സിന് കൈ കാണിക്കലായിരിക്കുന്നത് ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഈ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഞാനില്ല എന്ന് പറഞ്ഞു, ഞാനിവിടെ സമൂഹത്തിലുണ്ടായിട്ടോ എനിക്കതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഈ പണ്ഡിത മഹത്തുക്കൾ കൊണ്ടു നടക്കുമ്പോൾ, പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള തേജസ്സുറ്റ ഒരു നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഈ ശതാബ്ദി വേളയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വല്ലാത്ത തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു എല്ലാവർക്കും ആ തൗഫീഖ് നൽകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഏതാണ് ഈ ഒരു 4 പുസ്തകങ്ങൾ അല്ലേ? പുതിയൊരു സീരീസാണ് സമസ്തയുടെ 100ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയതാണ്. ഒന്ന് എങ്ങനെയാണ് ഇതൊന്ന് വിവരിച്ചു തരാൻ പറ്റുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിൻ്റെ ഉപഹാരമായിട്ട് 100 പുസ്തകങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. ആ 100 പുസ്തകങ്ങളിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട ചില പുസ്തകങ്ങളുടെ ഭാഗമാണ് ഇത്. ചരിത്രത്തിലെ സുവർണ ചിത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അത് എന്തിനെ കുറിച്ച്? അത് 1ാം വാള്യമാണ്. എന്തിനെ കുറിച്ചാണ് അത് പറയുന്നത്? ഈ 4 പുസ്തകവും ഇത് 5ാം ഭാഗം അടുത്ത ആഴ്ച ഇറങ്ങും. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സംഭവ വികാസങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ്റെ കാലഘട്ടം മുതൽ സമീപകാലം വരെ നടന്നിട്ടുള്ള നമ്മുടെ മനുഷ്യൻ എല്ലാ ചരിത്രവും വായിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 14 നൂറ്റാണ്ട്. അതേസമയത്ത് ആ ഇതിൽ നിന്ന്, ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാവുന്ന ഹൃദയസ്പൃക്കായ സംഭവങ്ങൾ, നമ്മളല്ലാതെ നമുക്ക് വഴി കാണിക്കുന്ന, നമുക്ക് വെളിച്ചം സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിൽ വെറുതെ ഒരു ചരിത്രം പറഞ്ഞു പോകുക എന്നുള്ളതിനപ്പുറം സമൂഹത്തിന് പാഠമാകുന്ന, ഉൾക്കൊള്ളാൻ പറ്റിയ കുറേ സംഗതികൾ എന്താകുക. അപ്പോൾ ഇതിലൂടെ 2 കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ചരിത്രം പഠിക്കുക. രണ്ടാമത്തെ, ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഈ 2 ഉദ്ദേശത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരേ പേരിലുള്ള 4 വാള്യങ്ങളാണ്. ഇത് ഇപ്പോൾ ഈ 4 വാള്യം കൂടി 1000 ചില്ലാനും പേജുകൾ ഉണ്ടാവും. ഇതിപ്പോൾ വിപണിയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് ഈ 100 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏകദേശം 50 പുസ്തകങ്ങളോളം ഇറങ്ങിക്കഴിഞ്ഞു. വിപണിയിൽ വ്യത്യസ്തങ്ങളായ എഴുത്തുകാർ എഴുതി കഴിഞ്ഞു, അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 100ാം വാർഷികം ആകുമ്പോഴേക്കും 100 പുസ്തകങ്ങൾ സമൂഹത്തിന് കനപ്പെട്ടത് നൽകാൻ സമസ്തക്ക് സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും ഒത്തിരി സമയം, ഒരുപാട്
വിലപ്പെട്ട കാര്യങ്ങൾ തന്നെ സാദിഖ് ഫൈസി നമ്മളുമായി സുപ്രഭാതം കാരവാൻ്റെ ഈ യാത്രയുമായി പങ്കുവച്ചു. ഒരുപാട് നന്ദി.